ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആരും ഈ രാത്രിയിൽ എങ്ങോട്ടും പോകാൻ പോകുന്നില്ല. വിനുവേട്ടാ, ഈ ബാഗ് എടുത്ത് മുറിക്കകത്ത് കൊണ്ടുപോയിക്ക്. അത് പറയാൻ നീ ആരടാ? ഇവിടെ ഞാൻ തീരുമാനിക്കും എന്ത് വേണമെന്ന്. അവന്റെ ഒരു ബാഗ്. എന്നെ കള്ളിയാക്കി വേണ്ട. ഞാൻ ഇവിടുത്തെ സ്വർണം മോഷ്ടിച്ചു. ഞാൻ ആരുടെ ഒന്നും മോഷ്ടിച്ചിട്ടില്ല വിനുവേട്ട. വിനുവേട്ട, എന്നെ ഒന്ന് വിശ്വസിക്ക. മോനെ, മീനാക്ഷി മോഷ്ടിക്കുമെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. ആരും പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട, ഞാൻ പറയാം. ഞാനേ സുയിത്രയുടെ കുറച്ച് സ്വർണം മുറിയിൽ വെച്ചിരുന്നു. ഇവള് മുറി വൃത്തിയാക്കാൻ കയറിയതിനു ശേഷം സ്വർണം കാണുന്നില്ല. ഈ വീട് മുഴുവൻ അരിച്ചു പറക്കിയിട്ടും സ്വർണം കാണുന്നില്ല. അവസാനം സ്വർണം കിട്ടിയതേ നിങ്ങളുടെ മുറിയിന്ന്, ഇവളുടെ തുണിയുടെ ഇടയിന്ന്. ആ, ഇവള് മോഷ്ടിക്കാതെ സ്വർണം തനിയെ ഇറങ്ങി നടന്നു പോവില്ലല്ലോ ഇവളുടെ മുറിയിലേക്ക്. ഒരുപാട് പണം ഇനി എനിക്ക് എന്റെ മുറിയിൽ സൂക്ഷിക്കേണ്ടി വരും. ഇവളെ പോലെയുള്ള ഒരു പെരുങ്കള്ളിയുള്ള വീട്ടില് എനിക്കത് സാധിക്കില്ല. നീ വരാൻ കാത്തിരിക്കായിരുന്നു. നിന്റെ അച്ഛനെ കൂടും കുടിക്കെ എടുത്ത് വച്ചിട്ടുണ്ട്. ഇപ്പോ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കണം രണ്ടും. മീനാക്ഷി ഉള്ളിടത്ത് ജീവിക്കാൻ പാടാണെങ്കിൽ നമുക്കിവിടെ നിന്ന് ഇറങ്ങിക്കൊടുത്താ പോരെ? വായടക്കടി. ഞാനേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പ്രശ്നമില്ല. ഇവളോട് ക്ഷമിക്കാനും പോകുന്നില്ല. നിനക്ക് പണിയില്ലെങ്കിലും ഇവളെ ഇറക്കി വിട്ടാ മതി നിനക്ക് ജീവിക്കാൻ. ഈ കള്ളിയെ വിളിച്ചോണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം. ഇല്ലെങ്കിലേ ഞാൻ പോലീസിനെ വിളിക്കും. അവര് വന്ന് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കുമ്പോ ഇവള് സത്യം പറയും. പോലീസും പട്ടാളവും എന്നൊക്കെ പറഞ്ഞ് വിനുവേട്ടനെ പോലുള്ള പാവങ്ങളെയൊക്കെ പേടിപ്പിക്കാൻ കഴിയും. അതെ, ജഗൻ ഇതൊക്കെ കുറെ കണ്ടതാ. പോലീസ് വരുമ്പോ എല്ലാവർക്കും വേറെ ചില കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇവളുടെ പേരിൽ വേറെ എത്ര കേസുണ്ടെന്നും ഇതുവരെ വീട്ടുജോലിക്ക് പോയ സ്ഥലങ്ങളിൽ നിന്ന് ഇവൾ എന്തൊക്കെ മോഷ്ടിച്ചു എന്നും അറിയാം. നിങ്ങൾ രണ്ടാളും ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങുന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ? ആരും ഈ രാത്രിയിൽ എങ്ങോട്ടും പോകാൻ പോകുന്നില്ല. വിനുവേട്ടാ,
ഈ ബാഗ് എടുത്ത് മുറിക്കകത്ത് കൊണ്ടുപോയിക്ക്. അത് പറയാൻ നീ ആരടാ? ഇവിടെ ഞാൻ തീരുമാനിക്കും എന്ത് വേണമെന്ന്. അവന്റെ ഒരു ബാഗ്. മതി, ഒന്ന് നിർത്തുന്നുണ്ടോ? മക്കളും മരുമക്കളും കൂടി തമ്മിലടിച്ച് ചാവുന്നത് കാണാൻ എനിക്ക് വയ്യ. ചേട്ടാ വേണ്ട, ഞാൻ കാരണം ആരും തമ്മിലടിച്ച് ചാവാൻ നിൽക്കണ്ട. ഞങ്ങൾ ഇറങ്ങാം. വിനുവേട്ടാ വാ പോവാ. മോളെ, ഈ രാത്രിയിൽ നിങ്ങൾ ഇറങ്ങിപ്പോയാ എന്ത് സുരക്ഷിതത്വം ഉള്ളത്? ഞങ്ങൾ എങ്ങനെ സമാധാനമായിട്ട് ഇവിടെ ഇരിക്കും? സുരക്ഷ വേണമെങ്കിലേ ഞാൻ പോലീസിനെയോ പട്ടാളത്തിനെയോ വിളിക്കാം. രണ്ടാൾക്കും പോലീസ് കാവലിൽ സെല്ലിനകത്ത് കിടക്കാം. അതിലും വലിയ സുരക്ഷ ഒരുക്കാൻ എന്നെ കൊണ്ടാവില്ല. പ്രകാശ, ഓ ഇറങ്ങിപ്പോടാ.